എല്ലാവർക്കും പുതിയ യാത്രാ ത്രില്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അതിൻ്റെ മനോഹാരിതയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ടൗണാണ്, സിറ്റിയാണ് ഈ കാണുന്നത്. ആ സിറ്റിയിൽ ആകെയുള്ള ഒരേ ഒരു മുസ്ലിം മോസ്കാണ് ഈ കാണുന്നത്. ഒറ്റ ഒരെണ്ണമേ കാണാൻ സാധിച്ചുള്ളൂ. പള്ളി മറ്റ് ദേവാലയങ്ങളിൽ ഒന്നും അധികം അങ്ങനെ കാണുന്നില്ല. അവിടെ കൂടുതലും ടെമ്പിൾസൊക്കെയാണ് കാണുന്നത്. മലകളാണ്, ചുറ്റിനും മലകളാണ്. നടുഭാഗത്താണ് വീടുകളെല്ലാം ഇരിക്കുന്നത്. മലയുടെ മുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീടുകൾ ഇതിലൂടെ കാണുന്നുണ്ടല്ലോ. നല്ല പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ് നൈനിറ്റാൾ. ഈ കാണുന്നത് ആൾക്കാരുടെ റഷ് കണ്ടോ. ഇത് മാംഗോ ലേക്ക് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. ആ മാംഗോ ലേക്ക് ആണ് കാണാൻ വേണ്ടിയിട്ടുള്ള റഷാണ് ഇവിടെ കാണുന്നത്. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോകളൊക്കെ എടുക്കുന്നത് കാണാൻ കഴിയും. ഈ കാണുന്നത് ലേക്ക് കണ്ടോ, നല്ല ഭംഗിയാണ് ഈ ലേക്ക് കാണാനായിട്ട്. മാംഗോ ലേക്ക് നൈനിറ്റാളിലെ ഒരു മെയിൻ കാഴ്ചയാണ് മാംഗോ ലേക്ക്. അത് അവിടെ നിന്ന് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ആൾക്കാരെല്ലാം ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് കുറച്ച് വരുമ്പോഴത്തേക്കും കാണുന്ന ഒരു ക്ഷേത്രമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ക്ഷേത്രം. നമ്മളുടെ നാട്ടിലെ ക്ഷേത്രം പോലെയല്ല, അവിടെ മന്ദിർ എന്നാണ് പറയുന്നത്. മന്ദിർ അതാണ് കാണുന്നത്. അതിൻ്റെ ടോപ്പൊക്കെ കണ്ടോ, ഒരു പ്രത്യേക രീതിയിലാണ്. ആൾക്കാരെല്ലാം അവിടെ ക്ഷേത്രം അടച്ചിട്ടിരിക്കുവാണ്. ആൾക്കാരെല്ലാം അവിടെ കാണാനായിട്ട് എല്ലാവരും അവിടെ സന്ദർശിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. നല്ല ഒരു വനത്തിൽ ഇരിക്കുന്ന പോലെയുള്ള പ്രതീതിയാണ്. നല്ല കാലാവസ്ഥയാണ്. ക്ലൈമറ്റൊക്കെ തണുപ്പൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ളതാണ്, നമുക്ക് അഫോർഡബിളാണ്. അതിന് ശേഷം നമ്മൾ ഇത് കണ്ടതിന് ശേഷം അടുത്തത് നമ്മൾ കാണുന്നത് ഇതാണ്. ആ ക്ഷേത്രത്തിൻ്റെ ടോപ്പാണ് കാണുന്നത്. ആൾക്കാരൊക്കെ ഇങ്ങനെ എല്ലാം കണ്ട് അതിലൂടെയൊക്കെ നടക്കുന്നു. ഇത് ഹിമാലയൻ വ്യൂ പോയിൻ്റ്. ആ വ്യൂ പോയിൻറ്റിൽ 8 പോയിൻറ്റുകൾ ഇവിടെ നിന്ന് കാണാം. ഇത് ബൈനക്കുലറിലൂടെയാണ് നോക്കുന്നത്. ആൾക്കാരെല്ലാം അവിടെ ചൂടി നിൽക്കുകയാണ്. അതിലൂടെ കാണുന്ന കാഴ്ച വളരെ രസകരവും അത്ഭുതകരമാണ്. ആ ഹിമാലയത്തിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് ആ ബൈനക്കുലറിലൂടെ കാണാൻ പറ്റും. അവരത് നമുക്ക് ഫോട്ടോയൊക്കെ എടുത്ത് തരും. അതുവഴി അതിനകത്തൂടി ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും നമുക്ക് നടുത്ത് കാണാം ക്ഷേത്രമൊക്കെ ഇരിക്കുന്നത്. ശിവക്ഷേത്രമൊക്കെ ആ ഹിമാലയത്തിൻ്റെ